അയ്യോ ഭർത്താവ് അയ്യോ മാംബലാൽ നീ എന്നെ രക്ഷിച്ചതെന്തു കാരണം നാഥ. ഞാനിപ്പോൾ അനുഭവിച്ചിരുന്നതിന് എത്ര കാലം ധരിച്ചിരുന്നത് സന്തതങ്ങളും താപസപത്നിമാരും എന്തിനിവിടെ എതിരാകവും നിന്നെ എന്ന് സന്തതം ചോദിച്ചാൽ ഞാൻ എന്തവരോട് ചെല്ലും. സന്താപമെന്ന് ഞാൻ പൊരിക്കുന്നത് അയ്യോ വല്ലതാകിലും പ്രാണത്യാഗം ചെയ്തിരുന്നില്ല. സന്തതി സൂര്യവംശത്തിലും മാതാക്കന്മാരോട് ചെന്നല്ലാതെ ഖേദമുണ്ടവർക്ക് എന്നെ നേരം സഞ്ചരിച്ചത് ലോകനായകൻ നീയാണ് അവനെ വിളിച്ചോണ്ട് വന്നത്. കൊണ്ടുപോകരുത്, ഇവിടെ ഇറങ്ങടാ പുറത്ത്. അവനെ വിളിച്ചോണ്ട് പോ. നളിനാക്ഷ, നിന്റെ അടുത്ത് ഞാനാ പറയുന്നത്. അവനെ വിളിച്ചോണ്ട് പോവാൻ. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിന്റെ നിഴൽവട്ടം പോലും ഇവിടെ വീണു വരുത്. എന്റെ കൂടെ പിറപ്പന്റെ ജീവിതം നീ നശിപ്പിച്ചല്ലേടാ. അവർക്ക് വാക്കിയിരണ്ട മകനരസൻ എവിടെയാണ് നീ അന്വേഷിച്ചോ? എന്തെങ്കിലും നീ അറിഞ്ഞോ? എന്തെങ്കിലും? ശരിയാ, നിന്റെ അടുത്തുനിന്ന് അവളെ പറിച്ചുകൊണ്ട് വന്നത് ഞാനാ. ആ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നിനക്കത് തിരുത്താമായിരുന്നു. നിനക്കുണ്ടായ 2 മനുഷ്യ കുഞ്ഞുങ്ങള് ചത്തോ പഠിച്ചോ നീ അന്വേഷിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണോ ഇപ്പൊ നീ ഇങ്ങോട്ട് കയറി വന്നത്? അവളുടെ ശവത്തിൽ പോലും നിന്റെ കണ്ണു ദൃഷ്ടി വീണു പോരുത്. ശിവൻപിള്ള മാനാഭിമാനം വിറ്റ് പട്ടിയെ പോലെ ജീവിക്കുക. എന്ത് കടും ചെയ്യാനും ഞാൻ മടിക്കില്ല. ഇറങ്ങടാ പുറത്ത്. ചില്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വല്ലികളിൽ ഊയലാടും തെന്നലേ. ശരിക്ക, അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണട്ടാ. അപ്പോ വിളിച്ചാ മതിയോ? ഓടി മുമ്പോട്ട് പോയി ഹൈവേ കയറാൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാൻ കുഞ്ഞുനാളിലെ ഈ നാട്ടിൽ നിന്ന് പോയതായിക്കാ. നിനക്കറിയാവടാ? നേരെ അങ്ങ് പോയാ മതി. അണ്ണൻ വീട്ടിൽ കയറുന്നോ? അയ്യോ ഞാനില്ല. താങ്ക്സ്. അച്ഛനെന്നെ മനസ്സിലായില്ലേ? ഞാൻ അച്ഛന്റെ മോളാ, ബിന്ദു. മോളുടെ കാര്യം അച്ഛനിപ്പോ ഓർത്തേ ഉള്ളൂ. മോള് വന്നപ്പോ നമ്മളൊക്കെ പുറത്ത്. കൊച്ചാട്ടിന് എരിവ് കൂടുതലാ ഇഷ്ടം. മോക്ക് പിടിക്കോ ആവോ? എനിക്കും അതാ ഇഷ്ടം ചേച്ചി. അമ്മയുണ്ടാക്കി ശീല. ഇനി മോൾ അച്ഛന്റെ ഈ കുടികൂടി നിർത്തിയെടുക്കണം. അയ്യോ, നമ്മുടെ ആള് വരാറായി. പോട്ടെ മോളെ. ഞാനായിരുന്നു വീട്ടിലെ ചെലവൊക്കെ നടത്തിയിരുന്നത്. അമ്മാവന്റെ മക്കളുടെ പഠിത്തം മുതൽ അമ്മയുടെ ചികിത്സാ ചെലവ് വരെ. ടൗണിൽ ഏതെങ്കിലും ആശുപത്രി പോയിരുന്നെങ്കിൽ അമ്മ രക്ഷപ്പെടുമായിരുന്നു. കാശ് ലാഭിക്കാൻ
അമ്മാവ് മഞ്ഞളും മണ്ണെണ്ണയും പുരട്ടി കാത്തിരുന്നു. അവർക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. എനിക്ക് എന്റെ അമ്മയെ പോയത്. സത്യത്തിൽ അമ്മയ്ക്ക് അച്ഛനോട് വെറുപ്പൊന്നുമില്ലായിരുന്നു. എന്റെ കുഞ്ഞുനാളിൽ അമ്മ പലവട്ടം അച്ഛനടുത്തേക്ക് വരാനൊരുങ്ങിയതാ. അമ്മാവ് സമ്മതിച്ചില്ല. മിനിങ്ങാന്ന് അച്ഛനെ അമ്മയുടെ ശവം പോലും കാണിക്കാതെ ഇറക്കി വിട്ടപ്പോ എനിക്ക് അച്ഛനോട് പാവം തോന്നി. അച്ഛന് അമ്മയെ അത്രയ്ക്ക് ഇഷ്ടായിരുന്നു. അമ്മ എന്നെ പറ്റി പറയായിരുന്നു. മരിക്കണേന്റെ തലേന്ന് രാത്രി കൂടി പറഞ്ഞു, എന്റെ കല്യാണം കഴിഞ്ഞാൽ ആരെതിർത്താലും അമ്മ അച്ഛന്റെ കൂടെ വന്ന് താമസിക്കുമെന്ന്. കരുണനിപ്പോ അത് പറയാതിരിക്കുന്നത് ഭേദം. 3 മാസമായിട്ട് ജയിലില്ല. ഹരിപ്പാട്ടൊരു തുണിപ്പീടിക കുത്തി തുറന്ന് മൂട്ടിച്ചു. ഭാര്യയും കുട്ടികളും വീട്ടിലുണ്ട്. അവർക്ക് പോലും ചെലവിന് കൊടുക്കുന്നത് ഞാനാണച്ച. അവള് പോലും ഒന്ന് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ നോക്കിയില്ല. അതും പറഞ്ഞുണ്ടായ വഴക്കം കഴിഞ്ഞ് ഞാൻ ബാഗ് കൊടുത്ത് ഇറങ്ങിയതാ. ഇനി ഞാൻ അച്ഛനെ വിട്ട് എങ്ങോട്ടും ഇല്ല. പോരെ. മോളെ ഞാനോ? യോ സത്യം. അച്ഛനും അമ്മയും കൂടെ ആലപ്പുഴ സ്റ്റുഡിയോ കൊണ്ടുപോയെടുത്തതാ. ഇതെനിക്ക് വേണം. ഇത് ബൈബിൾ അല്ലേ? അച്ഛൻ്റെ ഒരു കൂട്ടുകാരി തന്നതാ പണ്ട്. ബിന്ദു, ബിന്ദു ഇല്ലേ? ആരാ? ബിന്ദു. അണ്ണാ ഞാൻ വരുവാ. എന്റെ ബിന്ദു ഒന്ന് വേഗം വാ, നേരം 10 മണിയായി. ആ അച്ഛാ, ഞാൻ എറണാകുളം വരെ പോയിട്ട് വരാം. ചിലപ്പോ നാളെ വരത്തുള്ളൂ. എന്താ ഇവിടെ? മാനം മര്യാദക്ക് മനുഷ്യർ എന്നെ ചേട്ടന്മാരെ ഞാൻ എന്ത് തെറ്റിയതാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പിന്നെ പിള്ള സാറേ, പറയാതിരിക്കാൻ പറ്റാത്തോണ്ട് പറയുവാ. നിങ്ങൾ എങ്ങനെ കള്ളം കുടിച്ച് നടന്നാ പോരാ. മോള് ഇവിടെ നടത്തുന്ന ബിസിനസ് എന്താണെന്ന് അറിയാവോ? വണ്ടി വരുന്നു, കൂട്ടിക്കൊണ്ട് പോകുന്നു. രാത്രി പകലൊന്നുമില്ലാതെ കൊണ്ടാക്കലും. കുറെ നാളായി തുടങ്ങിയിട്ട്. കുറച്ചുകൂടി കഴിയുമ്പോ ഇവിടെ വീട്ടിൽ തുടങ്ങുമല്ലോ ഇടപാട്. കൽക്കട്ടയിലും ബോംബെയിലും കണക്ക് ഇവിടെ നടക്കത്തില്ല. വേറെ എവിടെയെങ്കിലും പോയി കസ്റ്റമേഴ്സിന് വരാനും പോകാനുള്ള സൗകര്യം ഒരുക്കിക്കോ. എന്റെ പൊന്ന് പിള്ള സാറേ, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞാൻ പൊയ്ക്കുള്ള സാറുമാരെ ഇവിടുന്ന്. എന്തായാലും നിങ്ങൾ പറഞ്ഞ എന്റെ ബിസിനസ് നിർത്താൻ ഞാൻ നോക്കിയ പോലും കഴിയില്ല. കടം കയറി മുടിഞ്ഞ് പട്ടിണിയിലായ ഒരു കുടുംബത്തിനെ കരകയറ്റാൻ കൈ കിട്ടിയതൊക്കെ വിറ്റ് തൊലച്ചു. അന്ന് വീട്ടുകാർക്ക് ഒടുവിൽ വിൽക്കാൻ ഞാൻ മാത്രം ശേഷിച്ചപ്പോ ആരും തടസ്സം പറഞ്ഞില്ല. മാനത്തിന്റെ വിലയേറിയാത്ത കാലത്ത് തുടങ്ങിയതാ ചേട്ടന്മാരെ. ഒന്ന് ജീവിക്കാൻ അനുവദിക്ക്. നിന്റെ പ്രസംഗം കേൾക്കാൻ വന്നതല്ല, ഇന്നുകൊണ്ട് നിർത്തിക്കോണം ഇവിടുത്തെ ഇടപാട്. പോടാ. എന്റെ വീട്ടുമുറ്റത്ത് കയറി ഭരിക്കാൻ വന്നാലുണ്ടല്ലോ കാലിക്കിടക്കുന്ന ചെരുപ്പൂരി അടിച്ച് കാരണം പൊട്ടിക്ക് ഞാൻ. അച്ഛാ പോയിട്ട് വരാം. അണ്ണാ വാ. വാടാ, വാ വാ. ഇനി ആരെങ്കിലും വരട്ടെ കൊണ്ട്. ആ